ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇരിക്കേട്ടാ. ഇങ്ങോട്ടിരിയടാ സച്ചി. നിങ്ങൾ കഴിക്കാം. ഞാനൊന്നും മറന്നിട്ടില്ല. എനിക്കത് സേതുങ്കള് മരിച്ച ദിവസം മാത്രമല്ല, കൂടപ്പുറപ്പ് നഷ്ടപ്പെട്ട ദിവസം കൂടിയാ. മോളെ, ഈ വാശി ഉപേക്ഷിച്ചൂടെ? മോൾക്ക് പോകാതിരുന്നൂടെ? അർച്ചന, എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കാം. താനും മോളും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടോ. എന്നെ ഉപേക്ഷിച്ച് പോകരുത് പ്ലീസ്. ഇനി സച്ചേട്ടൻ എന്നെ തടഞ്ഞ പിന്നെ ഞാനും മോളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിയാത്ത നീ ഒരാളാണോടാ? അർച്ചനയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ സമയത്ത് പരിഹരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അവളെയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ ഈ വീട്ടിലേക്ക് കയറിപ്പോകരുത്. അച്ഛാ, അച്ഛാ, എടാ, ഈ സങ്കടങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാ. മരിച്ച അച്ഛന് വേണ്ടി ബലിയിടേണ്ടത് ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളുടെയും കടമയാണ്. അതിനൊക്കെ എത്രയും വിഷമിക്കാതിരിക്കുന്നു. നമുക്ക് ആ കടയിൽ പോയി ചൂട് ദോശയും ചമ്മന്തിയും കഴിച്ചാലാ. എന്നാലും എന്റെ അച്ഛന്റെ ശ്രാദ്ധത്തിന്റെ ഒരിത്തിരി ആഹാരം എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അല്ലേലും നിന്റെ അളിയന് ഇച്ചിരി പിടപ്പ് കൂടുതലാ. അയാൾ എന്ത് പറഞ്ഞാലും നീ അവിടെ നിന്ന് ഇച്ചിരി ഇഡലിയും സാമ്പാറും കഴിച്ചിട്ട് പോന്നാ മതിയായിരുന്നു. അത് പോട്ടെ, സാരമില്ല. അനുപേട്ട അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ ഇത്രയും നാളായിട്ടും അവളെ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ നീ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിലെങ്കിലും കാണുന്നുണ്ടല്ലോ. ഒരു ദിവസം അതുപോലെ നീ അർച്ചനെ നേരിട്ട് കാണും. സംശയിക്കണ്ട, എന്റെ നാക്കേ കരുനാക്ക, പറഞ്ഞ അച്ചട്ട. സച്ചേട്ടാ, അല്ല, ആരൊക്കെയായി വരുന്നത്? എന്താ എല്ലാരും കൂടി ഇങ്ങോട്ട്?
സച്ചി പോകുന്നതിന് ശേഷം അവിടെ വലിയ പ്രശ്നമായിരുന്നു. എന്ത് പ്രശ്നം? ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്കത് വലിയ സങ്കടമായി. അനുപേട്ടനെ അമ്മ താഴെ നിർത്തിയിട്ടില്ല. ഇനി പറയാൻ വേറെ ഒന്നുമില്ല. അമ്മ ബിജുക്കുട്ടിനെ വിളിച്ചപ്പോഴാ ഏട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞു. അല്ലെങ്കിലും ആഹാരം കഴിക്കാനിരിക്കുമ്പോ അങ്ങനത്തെ വർത്താനം പറയാൻ പാടുണ്ടോ? അതും ഇതുപോലൊരു ദിവസം. സച്ചിങ്ങള് പോന്ന ശേഷം സ്നേഹന്റെ ഭയങ്കര കരച്ചിലായിരുന്നു. ആകെ അബദ്ധം പറ്റിയ മട്ടിൽ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അർച്ചനാന്റിയോട് അച്ഛനുള്ള സ്നേഹം അങ്കിളിനെ അറിയാലോ. മറ്റാരെക്കാളും നന്നായി അതെനിക്കറിയാം. ഇത് ഏട്ടനുള്ള ശ്രാദ്ധത്തിന്റെ പങ്കുഭക്ഷണമാണ്. ഏട്ടനിത് കഴിക്കണം. ഏട്ടൻ ഇത് സ്വീകരിക്കാതിരുന്ന ഞങ്ങൾക്കല്ലാതെ വിഷമാവും. എന്തിനാ മോളെ നിങ്ങളിത് കൊണ്ടുവന്നത്? ഏട്ടന് ഒരു വിഷമമില്ല. ദേ, അനുപേട്ടന് വേണ്ടി ഞാൻ സച്ചിയോട് മാപ്പ് ചോദിക്കുക. ആ, ഇതിലിപ്പോ മാപ്പ് ചോദിക്കേണ്ട കാര്യം എന്താ? ഒന്നുമില്ല. അനുവേട്ടൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? അർച്ചനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് എനിക്കിതുവരെ അതിന് സാധിച്ചില്ലല്ലോ. ഇതിൽ നിന്ന് ഇത്തിരിയെങ്കിലും ഏട്ടൻ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ ആത്മാവിന് അത് വലിയ വേദനയാവും. ദാ കഴിക്കേട്ടാ. എന്തിനാ വിഷമിക്കുന്നേ? കൂടെ പിറപ്പുകളാവുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോ ഇണങ്ങും, ചിലപ്പം പിണങ്ങിയിരിക്കും. എന്തായാലും ഇവര് കൊണ്ടുവന്നല്ലേ. എടാ, ഈ സ്നേഹം എന്ന് പറയുന്നതേ കാശ് കൊടുത്താ കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ കിട്ടൂ. നീ കഴിക്ക്. ദാ കഴിക്കേട്ടാ. വാ ഇരിക്കേട്ടാ. ഇങ്ങോട്ടിരിയടാ സച്ചി.